വളരെ പ്രധാനപ്പെട്ട ഒരു തീസിസിൻ്റെ വാചക പരീക്ഷയാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ ചരിത്ര പഠനത്തിൻ്റെ പുതിയ കാലത്തെ സവിശേഷത എന്ന് പറയുന്നത് നിത്യജീവിതവുമായി ബന്ധപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും നിത്യജീവിതം, അതിലൊരു വലിയ ചരിത്രമുണ്ട്. ആ നിത്യജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ ജീവിത ഉപാധികളാണ്. തൊഴിലും ഭക്ഷണരീതിയും വസ്ത്രവും പാർപ്പിടവും എല്ലാം അതിൽ പെടുന്നവയാണ്. പക്ഷേ നമ്മൾ ഈ 21-ാം നൂറ്റാണ്ടിന് തുടക്കം വരെയും ഈ നിത്യജീവിതത്തെക്കുറിച്ച് നമുക്ക് വലിയ തോതിൽ പഠനങ്ങളൊന്നും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. യൂറോപ്പിലൊക്കെ അത് പതുക്കെ പതുക്കെ 20-ാം നൂറ്റാണ്ടിൽ പച്ചപിടിച്ചു എങ്കിൽ പോലും അത് തുടങ്ങാൻ ഇവിടെ വലിയ ഒരു കാലഘട്ടം എടുത്തു എന്നുള്ളത് വാസ്തവമാണ്. കേരളത്തിലേക്ക് വന്ന് നോക്കുകയാണെങ്കിൽ അതിപ്പോഴും അത് വേരുപിടിച്ച് വന്നിട്ടില്ല. യഥാർത്ഥത്തിൽ നാം തിരിച്ചറിയേണ്ടത് നമുക്ക് മുമ്പേ ഉണ്ടായിരുന്ന തലമുറകൾ എങ്ങനെയാണ് ജീവിതത്തിൽ പൊരുതി മുന്നേറിയത്, വീണും എഴുന്നേറ്റും കുതിച്ചും ഒക്കെ അവർ എങ്ങനെയാണ് നമുക്ക് ലഭ്യമായ ജീവിതത്തിൻ്റെ ഈ ചരിത്രം ഉണ്ടാക്കിയെടുത്തത് എന്ന് നമുക്ക് പഠിക്കേണ്ടതാണ്. ആ ഒരു മേഖലയിലെ ഏറ്റവും സവിശേഷമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഉപ്പിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഉപ്പില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. ആ ഉപ്പ് നമ്മുടെ നിത്യജീവിതത്തിലെ അത്രത്തോളം അവിഭാജ്യ ഘടകം കൂടിയാണ്. അപ്പോൾ ഈ ഉപ്പിൻ്റെ ചരിത്രം കേരളത്തിൽ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാം. ഒറ്റയ്ക്കും തെറ്റയ്ക്കുമായി പല സ്ഥലങ്ങളിലും എംഫിലും PG ഡെസർട്ടേഷൻസൊക്കെ ആയി അത് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു ഗവേഷണ രംഗത്തേക്ക് ഒരു ഗവേഷണ പ്രബന്ധമായി വരുന്നത് ആദ്യമായിട്ടാണ് എന്നുള്ളതാണ് എൻ്റെ അറിവ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനൊരു ഉപ്പ് നിർമ്മാണം, അതിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞ് ലഘുവായി പറയാവുന്നതല്ല. അതിൻ്റെ ഉള്ളിൽ വലിയ ആഭ്യന്തര വൈരുദ്ധ്യങ്ങളുണ്ട്. കാരണം ഉപ്പിൻ്റെ നിയന്ത്രണം ആർക്കായിരുന്നു, അതെങ്ങനെയാണ് വിതരണം ചെയ്തിരുന്നത്, ആ വിതരണത്തിന് അവർ ഈടാക്കിയിരുന്ന നികുതി എന്താണ്, അത് കാലക്രമേണ എങ്ങനെയാണ് മാറ്റങ്ങൾക്ക് വിധേയമായത്. നമ്മളുടെ തൊട്ട് മുമ്പ് നിൽക്കുന്ന ഈ കൊളോണിയൽ കാലഘട്ടത്തിൽ ഉപ്പ് പ്രധാനപ്പെട്ട ഈ കൊളോണി ശക്തികളുടെ ഒരു വരുമാന മാർഗമാണ്. അപ്പോൾ അത് വരുമാന മാർഗമാക്കുന്നതിന് വേണ്ടി എങ്ങനെയാണ് അവർ തദ്ദേശീയമായി ഈ ഉണ്ടായിരുന്ന സംവിധാനങ്ങളെ മുഴുവൻ തച്ചുടച്ച് അവരുടെ കുത്തകയാക്കി മാറ്റിയത്. അപ്പോൾ ആ മേഖലയിൽ നമുക്ക് പഠനങ്ങൾ അത്യാവശ്യമാണ്, അത് തിരിച്ചറിയണം. അപ്പോൾ അത്തരത്തിലൊരു വലിയൊരു പഠനമാണ് നമുക്കിവിടെ അവതരിപ്പിക്കപ്പെടാൻ പോകുന്നത്. അത് തുടക്കം 1792 തൊട്ട് 1930 വരെ എന്നൊരു പീരീഡിലാണ് അത് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, ഒരു ഗവേഷണം തുടങ്ങുമ്പോൾ ആ ഗവേഷണം ഒരു ഗവേഷണ വിഷയം കേന്ദ്രീകരിച്ചിട്ടാണ്, റിസർച്ച് ടോപ്പിക് കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇതുവരെ നമുക്ക് ഇല്ലാത്തൊരു അറിവ് ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, ഗവേഷണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ വർത്തമാനകാല ജീവിതത്തിൽ നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് ഉത്തരമില്ലെങ്കിൽ അതൊരു ഗവേഷണ പ്രസക്തമായ വിഷയമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ തീർച്ചയായിട്ടും ഗവേഷണ സാധ്യതയുള്ള ഒരു വിഷയമാണ് ഈ ഉപ്പ് നയങ്ങളും അതുപോലെ തന്നെ നികുതി സമ്പ്രദായവും ബ്രിട്ടീഷ് മലബാറിൽ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു അടുത്ത സാധ്യത എന്താണ് എന്നുള്ള ഒരു ജാലകം കൂടി തുറന്നു വെച്ചുകൊണ്ടാണ് ഈ പഠനം അവസാനിപ്പിക്കുന്നത്. നമ്മൾ ഇന്ന് ചരിത്ര പഠനം അല്ലെങ്കിൽ സാമൂഹിക ശാസ്ത്രം, ഭാഷാശാസ്ത്രം തുടങ്ങി ഭാഷ പഠനം തുടങ്ങിയവയൊക്കെ നമുക്ക് ജീവിക്കാനുള്ള ഉപാധികൾ നൽകുന്ന ഒന്നല്ല എന്നൊരു പൊതുധാരണയുണ്ട്. അതുകൊണ്ട് കുട്ടികൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ഇത്രയും സമഗ്രമായ ഒരു ജീവിതം പഠിച്ചു വരുമ്പോൾ നമുക്ക് ചില അത്തരത്തിൽ കിട്ടുന്ന ജ്ഞാനത്തെ വർത്തമാനകാലത്ത് ഉപയോഗിക്കാൻ സാധിക്കും. അതിനെ നമുക്ക് സ്റ്റാർട്ടപ്പുകളായിട്ടും സാങ്കേതികവിദ്യയുടെ ഉപയോഗം ഉപയോഗിച്ചുമൊക്കെ പുതിയ കാലത്ത് തൊഴിൽ മേഖലയാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുകൂടി നമുക്ക് ചില ഭാവനകൾ നൽകുന്ന ഒരു പഠനം കൂടിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രബന്ധം അത് മൂല്യനിർണ്ണയം ചെയ്യാനായിട്ട് എനിക്ക് വന്നപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ആലോചിച്ച് നോക്കിയത്, ഞാൻ നേരത്തെ ഒരു കോളേജിലായിരുന്നു ഞാൻ പഠിപ്പിച്ചത്. അപ്പോൾ അവിടെ പഠിപ്പിച്ചിരുന്ന സമയത്ത് തിരുവിതാംകൂറിലായിരുന്നു. അവിടെ ആ തിരുവിതാംകൂറിലെ ഈ ഉപ്പിൻ്റെ നിർമ്മാണവും വിതരണവും സംബന്ധിച്ച് കുറച്ച് പേപ്പറുകൾ കണ്ടപ്പോൾ ഒരു കുട്ടിയെ കൊണ്ട് അത് ഒരു ചെറിയ ഡെസർട്ടേഷനാക്കി MA പഠനകാലത്ത് ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇത് വിശദമായിട്ട് പഠിക്കേണ്ടുന്ന ടോപ്പിക്കാണ്. പക്ഷേ ആ കുട്ടിക്ക് അത് പൂർണ്ണമായിട്ട് അത്രയും വിശദമായിട്ട് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ അത് പിൽക്കാലത്ത് ഇപ്പോൾ കാണുന്നത് ഒരു പ്രബന്ധമായിട്ട് വരുന്നതാണ്. ഇത് മലബാറിനെ സംബന്ധിച്ചുള്ള ഒരു പഠനം മാത്രമാണ്. നിങ്ങൾക്കറിയാം, ഇത് ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയായി വരുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. അതിനു മുമ്പ് നമുക്ക് ഈ ഉപ്പ് സൗജന്യമായി ആർക്ക് വേണമെങ്കിലും കടൽ തീരത്ത് ഉണ്ടാക്കാമായിരുന്നു. അതിൽ വെച്ച് അവരുടെ ജീവിത ഉപാധിയാക്കി മാറ്റാമായിരുന്നു. അതിന് ചെറിയ നികുതി നാട്ടുരാജാക്കന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവർക്ക് സമഗ്ര മേഖലയിലും അവരുടെ
ആധിപത്യം സ്ഥാപിക്കുകയും അവർ കണ്ടത് ഒരു സാധാരണക്കാരൻ്റെ കുടിലുകളിലേക്ക് ഈവൻ ടു ദ ഹട്ട് നികുതി എത്തിക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഈ ഉപ്പാണ് എന്നവർ മനസ്സിലാക്കിയപ്പോൾ അതിൽ അവർ ആധിപത്യം സ്ഥാപിച്ചു. അതുകൊണ്ട് ഉപ്പിനെ അവർ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് ആക്കിയത്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കീഴിൽ എന്തൊക്കെ വരിക? മദ്യം വരും, അതേപോലെ തന്നെ മയക്കുമരുന്ന് വരും. അതിന് കൂട്ടത്തിലാണ് ഉപ്പിനെയും ഉൾപ്പെടുത്തിയത്. അതിനർത്ഥം എന്താ? അത്രയും നല്ല വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണ്. കാരണം ഒരു നാട്ടിലെ ഒരു വീട്ടിലെ കന്നുകാലികൾക്ക് കൂടി എന്ത് വേണം? ഉപ്പ് വേണം. അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ ഹൃദയത്തിലേക്ക് ഈ നികുതി എത്തിക്കണമെങ്കിൽ ഉപ്പിൽ നമ്മൾ ആധിപത്യം സ്ഥാപിച്ചാൽ മതി എന്ന് പറഞ്ഞ് 1870-കൾക്ക് ശേഷം ഇതിനു മുമ്പിൽ ആധിപത്യം സ്ഥാപിച്ചു, മൊണോപ്പൊളി സ്ഥാപിച്ചു. അതോടുകൂടി എന്ത് സംഭവിച്ചു? നമ്മുടെ നാട്ടിലെ ഉപ്പ് പടങ്ങളൊക്കെ അടച്ചുപൂട്ടേണ്ടി വരും. അവർ ബോംബെയിൽ നിന്നും പുറത്തു നിന്നും ഉപ്പ് ഇവിടേക്ക് ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഉപ്പിൻ്റെ എങ്ങനെ നിർമ്മിക്കാമെന്ന ജ്ഞാനം നമുക്ക് വേരറ്റ് പോയി. കേരളത്തിൽ ഉപ്പ് പടന്നകൾ സംഘകാലം മുതൽക്കേ ഉണ്ട്. ഉപ്പ് നിർമ്മിക്കാനുള്ള ജ്ഞാനം പോലും അവസാനിപ്പിച്ചുകൊണ്ടാണ് ആ സാമ്രാജ്യത്വ കുത്തക അവരിവിടെ 19-ാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഇതൊരു വലിയ ഭീഷണമായ പ്രശ്നമാണ്. എങ്ങനെയാണ് നമ്മുടെ പോക്കറ്റ് അടിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ അവരുടെ നികുതി നയങ്ങളിൽ പരിഷ്കാരം വരുത്തിയിരുന്നത് എന്ന് പഠിക്കാൻ നമുക്ക് ഈ പഠനം നമ്മളെ ഉപകരിക്കും. എന്നിട്ട് അവരെന്താ ചെയ്തിരുന്നത്? ഇന്ത്യയെ കുറെ ലൈനുകളായി വെട്ടി അതിനൊക്കെ സാൾട്ട് ലൈൻ എന്ന പേര് കൊടുത്ത് ആ മേഖലയിലെല്ലാം പ്രത്യേക നികുതികൾ നടപ്പിലാക്കി അവർ ഈ ഉപ്പിൽ നിന്ന് വലിയ കൊള്ളയാണ് നടത്തിയത്. ഈ ഉപ്പ് തീരപ്രദേശത്ത് നിന്ന് നമ്മുടെ എല്ലാ മേഖലകളിലേക്കും എത്തണം. നമ്മൾ ആലോചിച്ച് പഴയ കാലത്തെ രേഖകൾ നോക്കിയാൽ മതി. വയനാട്ടിലെ കുടുംബങ്ങൾ, ആദിവാസികൾ ഉപ്പ് കിട്ടുന്നതിന് വേണ്ടി കുഞ്ഞുങ്ങളെ വരെ പുറത്ത് വിൽക്കുമായിരുന്നു. കാരണം അത്യാവശ്യമായിട്ടുള്ള വസ്തുവാണ് ഉപ്പ്. അപ്പോൾ കാട് പ്രദേശങ്ങളിൽ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഉപ്പ് എത്തിയിരുന്നത് എന്ന് നമ്മൾ പഠിക്കേണ്ടത്. അതിൻ്റെയൊക്കെ മാർഗം ഇത് എങ്ങനെയാണ് കൈമാറ്റം ചെയ്ത് ഈ ഉപ്പണർ, സംഘകാലഘട്ടത്തിൽ പറയുന്ന ഉപ്പണർ എന്ന് പറയുന്ന ഇത് വ്യാപാരം ചെയ്യുന്ന ആൾക്കാർ അത് കാടുകളിലേക്ക് എത്തുമ്പോൾ അതിന് വില വളരെ വലുതാവും. അതുകൊണ്ട് സ്വർണ്ണത്തിനോട് തുല്യമായിട്ടുള്ള വസ്തുവും ഈ കാട് മേഖലയിൽ. അപ്പോൾ കാട് മേഖലയിൽ ഇവർക്ക് മാത്രം പോരാ, മൃഗങ്ങൾക്ക് ഉപ്പ് വേണം. മൃഗങ്ങൾ ഉപ്പില്ലാതെയല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് ഉപ്പ് കിട്ടുന്ന, ഉപ്പ് രസം കിട്ടുന്ന പാറകളിലൊക്കെ ഈ മൃഗങ്ങളിൽ നിന്ന് അവർ ഇടയ്ക്ക് ചെന്ന് നക്കി ആ ഉപ്പ് അവരുടെ ശരീരത്തിലേക്ക്. ഉപ്പില്ലാതെ ഒരു മനുഷ്യൻ, ഒരു മൃഗത്തിന് പോലും ജീവിക്കാൻ സാധ്യമല്ല. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു റിട്ടയർ ചെയ്ത ഒരു വലിയ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥ ഞാൻ എഴുതുകയാണ്. സാർ ഇതൊന്ന് വായിച്ചു നോക്കണമെന്ന് പറഞ്ഞ് എനിക്ക് കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ പോലീസ് അനുഭവങ്ങൾ പറയുന്നതിനിടയ്ക്ക് അദ്ദേഹം പറയുകയാണെങ്കിൽ പെരിയാർ ഒരിക്കൽ രാജീവ് ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ പത്നിയും സന്ദർശനത്തിന് വന്നു. അപ്പോൾ അവർക്ക് പെരിയാർ ഈ തടാകത്തിൽ മൃഗങ്ങളെ കാണും. അപ്പോൾ ഒന്നാമത്തെ ദിവസം ഈ ബോട്ടിൽ ഇവരെ കൊണ്ടുപോയി. ഒരു മൃഗത്തിനെയും കണ്ടില്ല. അപ്പോൾ ഒരു ദിവസം കൂടെ താമസിച്ച് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം ഈ ഒരു ബോട്ട് എടുക്കുമ്പോഴേക്കും മൃഗങ്ങളുടെ സാന്നിധ്യം വേണം. അപ്പോൾ ഈ പോലീസുകാരെന്താ ചെയ്തത്? ഈ തടാകത്തിനടുത്തൊക്കെ കൊണ്ടുപോയി ഉപ്പ് വിടുകയും ഇതതിൽ പറയുന്നില്ല. അപ്പോൾ ഈ ഉപ്പിൻ്റെ വെള്ളം കുടിക്കുന്ന സമയത്ത് ഇതിന് ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ മൃഗങ്ങൾ ഒന്നടങ്കം ഇറങ്ങി വരും ഈ ഉപ്പ് നക്കി തിന്നതിന് വേണ്ടി. അതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ഇതിൻ്റെ തീരത്ത് ഒരു വിതറിയത്. പിറ്റേ ദിവസം ചെന്നപ്പോൾ നിറയെ മൃഗങ്ങൾ. അപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. അപ്പോൾ ഈ മൃഗങ്ങളെ കൊണ്ടുവരുന്നതിന് വേണ്ടി അവർ ഉപയോഗിച്ചതാണ്. ഇത് നമുക്ക് ഒരു പുതിയ അറിവാണ്. ആ അറിവ് ഉപയോഗിച്ചുകൊണ്ട് വനങ്ങളിലേക്ക് എങ്ങനെയാണ് എത്തിയിരുന്നത്, ദൂരസ്ഥലങ്ങളിലേക്ക് എങ്ങനെയാണ് കൈമാറ്റം ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ പഠനത്തിനെടുത്ത കാലഘട്ടം 1992 to 1930 വളരെ ക്രൂഷ്യലല്ലേ. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഗതി മാറ്റിയ ഒരു കാലഘട്ടമാണ്. അതിന് സമർത്ഥമായി നമ്മൾ ഉപയോഗിച്ച ഒരു ആയുധം എന്ന് പറയുന്നത് ഉപ്പാണ്. ഉപ്പിലൂടെ നമുക്ക് ഒരു മനുഷ്യനെ എന്താണ് സ്വാതന്ത്ര്യം, എവിടെയാണ് നമുക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയത്, അത് തിരിച്ചു പിടിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ത് എന്ന് സാധാരണ കൂലിവേലക്കാരെ മനസ്സിലാക്കാൻ വേണ്ടി ദേശീയ സമരം ഉപയോഗിച്ച ഒരു ഉപകരണമാണ്, ആയുധമാണ് ഉപ്പ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിൽ അത് വളരെ ക്രൂഷ്യലാണ്. കാരണം ഒന്നാം ലോകമായുധവും രണ്ടാം ലോകമായുധവും നമ്മുടെ ഉപ്പ് വിതരണത്തെ വളരെയധികം ബാധിച്ചു. കാരണം പുറത്തുനിന്ന് വരുന്ന ഉപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, പ്രാദേശികമായിട്ട് വളരെ കുറച്ച് ഉത്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഉപ്പിൻ്റെ ലഭ്യത കുറഞ്ഞപ്പോൾ സാധാരണ കുടികളിലേക്ക് യുദ്ധമെത്തി. യുദ്ധത്തിൻ്റെ കാരണം കൊണ്ടാണ് എന്തെങ്കിലും സംഭവിച്ചത്. അപ്പോൾ ആ സമയത്ത് അത് ക്രൂഷ്യലായതുകൊണ്ടാണ് ഉപ്പ് തന്നെ ഒരു സമരായുധമായി ഈ ഇന്റർവാർ പീരീഡിൽ ഗാന്ധിജി ഒരു സമരം തുടങ്ങുന്നത്, ഉപ്പ് സത്യാഗ്രഹം തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചാൽ നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യം, നമ്മുടെ നാടിൻ്റെ വളർച്ച, നമ്മുടെ നാടിൻ്റെ വിടർച്ച തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കുവാനും മറ്റും ഈ സബ്ജക്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതേപോലെ തന്നെ നമുക്ക് കേരളത്തിൽ ഉപ്പ് നിർമ്മാണം ഒരു കാലഘട്ടത്തിൽ നിലച്ചു പോയി എങ്കിൽ പോലും 20-ാം നൂറ്റാണ്ടിൽ അതിനൊന്ന് റിവൈവ് ചെയ്യാൻ വേണ്ടി ഒരു ശ്രമം നടന്നിട്ടുണ്ട്. ഐക്യ കേരളം വന്ന സമയത്ത് 1956 അന്നത്തെ ഒരു മനോരമയിൽ വന്നൊരു റിപ്പോർട്ടാണ്.
മനോരമ ആഴ്ചപതിപ്പിൽ കേരളത്തിലെ ഉപ്പ് നിർമ്മാണത്തെ സംബന്ധിച്ച് വന്ന റിപ്പോർട്ടുകൾ പറയുന്നത് കേരളത്തിൽ തിരുവിതാംകൂർ, കൊച്ചിയും മലബാറും കൂടി ചേർത്ത് 14 ഉപ്പ് നിർമ്മാണ കേന്ദ്രങ്ങളുണ്ടെന്നും ഐക്യ കേരളം വന്നപ്പോൾ അതിൽ 13 നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു സങ്കട വാർത്തയാണത്. അപ്പോൾ ആ 13 എവിടെയാണ്? നമ്മുടെ തെക്കൻ കേരളത്തിൽ അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട് തുടങ്ങിയ സ്ഥലത്താണ്. അത് മുഴുവൻ തമിഴ്നാടിൻ്റെതായി. ഇനി ആകെയുള്ളത് ഒരു ഉപ്പളം ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാനത് പരിശോധിച്ചപ്പോൾ എവിടെയാണത്? അത് എറണാകുളത്ത് മാലിയങ്കര എന്ന് പറയുന്ന സ്ഥലമാണ്. മാലിപ്പുറം എന്നാണ് അതിന് വിളിക്കുന്നത്. ആ മാലിപ്പുറം കടൽ തീരമാണ്. അത് മുഴുവൻ ചതുപ്പ് നിലമാണ്. അപ്പോൾ ആ മാലിപ്പുറത്തിൻ്റെ പ്രത്യേകത അത് ഒരു കാലഘട്ടത്തിൽ വലിയ ഉപ്പളമായിരുന്നു. അത് പിന്നീട് ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണം വന്നപ്പോൾ ഉപ്പായിരിക്കും നിർമ്മിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതൊരു ചതുപ്പ് നിലമായിരുന്നു. അപ്പോൾ കൊച്ചി ഗവൺമെൻറ് എന്ത് ചെയ്തു? അവിടെ ഉപ്പ് നിർമ്മാണത്തിന് ഒരു പരീക്ഷണം തുടങ്ങി. 120 ഏക്കർ ഈ ചതുപ്പ് നിലം അവർ ഓപ്ഷന് വെക്കുകയും ആരെങ്കിലും ഉപ്പ് നിർമ്മിക്കാൻ തയ്യാറാണെങ്കിൽ അവർക്ക് കൊടുക്കാമെന്ന് പറയുന്ന അടിസ്ഥാനത്തിൽ ഒരു തോമാക്കുട്ടി മൂർക്കൻ എന്ന് പറയുന്ന ആൾ, ഒരു വലിയ വ്യവസായിയാണ്, അയാൾ അത് ഏറ്റെടുക്കുകയും അവിടെ അദ്ദേഹം ഒരു ഉപ്പ് നിർമ്മാണം തുടങ്ങിയിരുന്നു. അപ്പോൾ നമുക്ക് 49 കാലഘട്ടത്തിൽ ഈ തിരുക്കൊച്ചി സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അത് പറ്റുള്ളൂ. അതുകൊണ്ടാണ് അത് കൊച്ചി ഗവൺമെൻറ് അത് തുറന്നു കൊടുത്തത്. അങ്ങനെ അവിടെ 35,000 മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപ്പ് കൂട്ടിയിട്ടിട്ടാണ് ഓരോ കൂട്ടത്തിനാണ് വില നിശ്ചയിക്കുന്നത്. അപ്പോൾ ആ ഒരു കൂട്ടത്തിന്, ഒരു കൂമ്പാരത്തിന് വിൽക്കുന്ന പേരാണ് മണ്ണ് എന്ന് പറയുന്നത്. അപ്പോൾ 35,000 മണ്ണ് അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുമായിരുന്നു. 250ഓളം ആൾക്കാർ എല്ലാ ദിവസവും അവിടെ ജോലി ചെയ്യുന്നുണ്ട്. നല്ല ലാഭകരമായി മുന്നേറുകയാണെന്ന് പറയുന്നു. ഇന്ന് നമുക്ക് അവിടെ ഉപ്പ് നിർമ്മാണമില്ല. അതിന് ഇടയ്ക്ക് നിലച്ചുപോയി. അപ്പോൾ അത് സാധ്യമാണ്. പലതിനെയും റിവൈവ് ചെയ്തെടുക്കാൻ 20-ാം നൂറ്റാണ്ടിലെ അനുഭവം നമ്മുടെ മുമ്പിലുള്ളതാണ്. ഇത്തരത്തിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു പഠനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. നമുക്ക് അതിനൊന്ന് കേൾക്കാം. ആദ്യം ഈ പഠനത്തിൻ്റെ അവതരണം നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ അതിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക. ആ സംശയങ്ങളൊക്കെ ദൂരീകരിച്ച് തരേണ്ടത് നമ്മുടെ ഗവേഷകരുടെ ഉത്തരവാദിത്തമാണ്. അത് അവർ ചെയ്തോളൂ. അത് നന്നായി പഠിക്കും.